ഈ ബുദ്ധിജീവി എങ്ങനെയാണ് സ്ത്രീ ടൂവിൽ എത്തുന്നത്? ഹിന്ദി എഴുതുന്നത് എങ്ങനെയാണ്? സ്ത്രീ ടൂല് സംസ്കൃതം എഴുതിയ, ഹിന്ദി വേറെ എഴുതുന്നത്. സ്ത്രീ ടു ഹിന്ദി മൂവിയാണ്, പക്ഷെ ഞാൻ മലയാളം മ്യൂസിക് ഡയറക്ടർക്ക് വേണ്ടിയിട്ട് സംസ്കൃതമാണ് എഴുതിയത്. ജസ്റ്റിന് ഒരു ദിവസം വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, എനിക്കൊരു ശ്ലോകം വേണം, അതിപ്പോ എവിടെന്നെങ്കിലും റെഫറൻസ് എടുത്ത് തന്നാലും മതി, ഹരിതയ്ക്കൊരു ശ്ലോകം വേണം. റെഫറൻസ്, സംസ്കൃതം റെഫറൻസിന് വേണ്ടിയിട്ട് എന്നോട് ചോദിക്കാറുണ്ട് ആൾക്കാർ. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതൊരു കർമ്മ അങ്ങനത്തെ ഒരു ബേസ്ഡ് ആയിട്ട് വരുന്നൊരു തോട്ടാണ് അവിടെ സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്തിരുന്നത്. ഇപ്പൊ ഞാൻ ഗീത എൻ്റെ കയ്യിലില്ല, പിന്നെ വേറൊരു ബുക്ക് എടുത്തിട്ട് ഞാനിത് സെർച്ച് ചെയ്ത് ആ കോണ്ടെക്സ്റ്റിന് കറക്റ്റായിട്ട് എടുത്ത് തരുന്നതിലും ബെറ്റർ ഞാനൊരു സാധനം എഴുതി തന്നാൽ മതിയോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ മതി എന്ന് പറഞ്ഞു. അപ്പൊ ജസ്റ്റിനാണ് അതിൽ മ്യൂസിക് ചെയ്യണമെന്ന് എനിക്കറിയാം. അപ്പൊ ഞാൻ പെട്ടെന്ന് പറഞ്ഞു, അല്ല ഇത് ഭയങ്കര പടമല്ലേ, ഇത് വലിയൊരു പടമല്ലേ, അപ്പൊ ഇതിനകത്ത് നമ്മള് അത്രയും ഈ 2-3 ഭാഗങ്ങളുള്ള സംഭവമാണല്ലേ? സ്ത്രീ 1 കഴിഞ്ഞു, പിന്നെ ഭേദ്യ മുഞ്ച, പിന്നെ സ്ത്രീ 2 ആണ്. അപ്പം പടം അവിടെ ഭയങ്കര ഹിറ്റാണ്. 713 crores എന്തോ കളക്ട് ചെയ്ത ഫസ്റ്റ് ഹിന്ദി മൂവിയാണ്. ഇപ്പം അന്ന് എനിക്കിത് അറിയില്ല, അന്ന് ഞാൻ എഴുതണ ഒന്നും എനിക്കറിയില്ലായിരുന്നു. അന്ന് ഞാൻ സ്ത്രീ 1ന്റെ സെക്കൻഡ് പാർട്ട് ജസ്റ്റ് മ്യൂസിക് ചെയ്യുന്നു, ഒരു സംസ്കൃതം വേണം, അത് RRന്റെ കൂടെ പോകുന്ന എവിടെയോ വരുന്ന ഒരു ലിറിക്ക്, അത്ര എനിക്ക് അറിയുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ എഴുതി തരാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ പെട്ടെന്ന് എഴുതി. കാരണം അവിടെ കോറസ് കുട്ടികൾ വരാറായിട്ടുണ്ടായിരുന്നു ഇത് RRന്റെ കൂടെ ചെയ്യാൻ. അപ്പൊ ജസ്റ്റിന് എക്സ്പെക്ട് ചെയ്തിരുന്നത് വേറൊരു ശ്ലോകം എന്നായിരുന്നു. പക്ഷെ ഞാൻ എന്തെന്ന് വെച്ചാൽ 2-3 വരി അങ്ങ് എഴുതി കൊടുത്തു. അത് പെർഫെക്റ്റ്. അതുകൊണ്ടല്ല, എനിക്ക് സംസ്കൃതത്തിൽ ഞാൻ കോൺഫിഡന്റ് ആണ് ബേസിക്കലി. അപ്പം മലയാളം ആണെങ്കിലും ഞാൻ ഒന്നും കൂടി ഒന്ന് ആലോചിക്കും ചിലപ്പം, ഇത് തെറ്റ് വരുമോ ഇത്. പക്ഷെ എനിക്ക് തോന്നി ഇത് ഇങ്ങനെ എഴുതാം. ബേസിക്കലി കലാകാരന്മാരും മടിയന്മാരാണല്ലോ, അപ്പം മടി അവിടെ റിഫ്ലക്ട് ചെയ്താണോ എന്ന് സംശയമുണ്ട്. സെർച്ച് ചെയ്തെടുക്കുന്ന ഒരു സ്പേസ് എനിക്ക് കിട്ടിയില്ല. രാത്രിയായിരുന്നു, ലേറ്റ് നൈറ്റ്, എനിക്ക് ബുക്കില്ല, ലൈബ്രറി പോകാനാണെങ്കിലും ഒന്നും ടൈമില്ല. അപ്പം ഞാൻ പെട്ടെന്ന് അങ്ങ് എഴുതി കൊടുത്തു, ജസ്റ്റിൻ ഇങ്ങനെയാണ്, ഇതൊന്ന് മീറ്റർ കറക്റ്റ് ആണോ നോക്കാൻ പറഞ്ഞു. അപ്പോൾ ജസ്റ്റ് എനിക്ക് മീറ്റർ ട്യൂൺ അയച്ചു തന്നു. അതനുസരിച്ചിട്ട് ഞാനൊരു 6-8 വരി എന്തോ ഉള്ളൂ അത് എഴുതി കൊടുത്തു. അത് സിനിമയിൽ ഒരു ഭയങ്കര പ്രസക്തമായ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ട്. അപ്പം എന്നോട് കുറെ പേര് സിനിമ കണ്ടിട്ടൊക്കെ മെസ്സേജ് അയച്ചു, സംസ്കൃതം കൊള്ളാന്ന്. അപ്പൊ ഞാൻ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നല്ലോ അല്ലേ എന്നാ ചോദിച്ചത്. നമ്മളത് എക്സ്പെക്ട് ചെയ്യുന്നില്ല, അത് അങ്ങനെ ശ്ലോകങ്ങൾ ആൾക്കാർ ശ്രദ്ധിക്കും എന്നൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. പക്ഷെ അത് ശ്രദ്ധിച്ചു. എനിക്ക് അമർ സാറൊക്കെ വന്ന് ലൈക്കൊക്കെ അടിച്ചിട്ട് അങ്ങനെ ഉണ്ടായി. ഈ നിഷ്കളങ്കമായി സംസാരിക്കുന്ന ഈ കുട്ടിയുടെ മുഖം ഒരിക്കല് വെച്ചിട്ട് ഒരാള് അവരുടെ മുഖമാണെന്ന് പറഞ്ഞിട്ട് പ്രചരിപ്പിക്കുകയും 10-21 കാമുകന്മാരെ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ആ പ്രോസസ്സ് തീർന്നോ, അത് ഇപ്പോഴും തുടരുന്നുണ്ടോ? എനിക്ക് അറിഞ്ഞൂടെ ഇപ്പൊ എന്താ അവസ്ഥ. ഞാൻ അന്നാ കുട്ടിയോട് ക്ഷമിച്ചു. അത് പിന്നീട് ഞാൻ അതിന്റെ ഒന്നും നോക്കിയിട്ടില്ല. ആ കുട്ടി അങ്ങനെ ചെയ്തു. ഇപ്പൊ ഞാൻ ഇപ്പോഴും എൻ്റെ ലൈഫിൽ ഞാൻ പഠിച്ചൊരു പാഠം എന്ന് പറഞ്ഞാൽ, എല്ലാവരും ആദ്യമായിട്ടല്ലേ ജീവിക്കുന്നത്. എല്ലാ മനുഷ്യരും ഈ ലോകത്ത് ആദ്യമായിട്ടാണ് ജീവിതം എന്നൊരു പ്രോസസ്സ് അനുഭവിക്കുന്നത്. അപ്പോൾ ആ കുട്ടിക്ക് അന്ന് അങ്ങനെ ആയിരിക്കും മേ ബി ഫീൽ ചെയ്തിട്ടുണ്ടാവുക, അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്നായിരിക്കും അവൾക്ക് തോന്നിയിട്ടുണ്ടാവുക. അത് ശരിക്കും നിങ്ങളുടെ പ്രൊഫൈൽ കണ്ടിട്ടാ, എഴുത്തുകാരിയാണ്, സുന്ദരിയാണ്, ഡോക്ടറാണ്, ഈ 3 പ്രൊഫൈൽ ഉള്ളതുകൊണ്ടാണ് ശരിക്കും അവർ നിങ്ങളുടെ ഒരു റെപ്യൂട്ടേഷനെ ഉപയോഗിക്കായിരുന്നു. അങ്ങനെയാണോ? അതെ. പക്ഷെ ആ കുട്ടിക്ക് മാനസികമായിട്ട് എവിടുന്ന് ഒരു പിന്തുണയൊന്നും കിട്ടാതിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പൊ അവർക്ക് എങ്ങനെ ഇതിനെ ചാനലൈസ് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. അവർക്ക് ഇത് എങ്ങനെയെങ്കിലും അവരെ കുറച്ചുപേര് സ്നേഹിക്കണം, അംഗീകരിക്കണം എന്നൊരു ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ. ആഗ്രഹത്തിന്റെ പുറത്ത് അവർക്ക് കിട്ടിയൊരു മുഖം എന്റേതായിരുന്നു. അപ്പൊ അവരത് വെച്ചിട്ട് ആരുടെയൊക്കെയോ തെറ്റിദ്ധരിച്ചു, ഈ മുഖം സുന്ദരമാണ്, ആരുടെയൊക്കെയോ സ്നേഹം അവര് പിടിച്ചെടുക്കാൻ നോക്കി. അപ്പൊ അവര് തെറ്റിദ്ധരിച്ചു, അവരങ്ങനെ തെറ്റിദ്ധരിച്ചു. പക്ഷെ ഞാൻ ആലോചിക്കുമ്പോൾ ഞാനത് ക്ഷമിച്ചത് അതുകൊണ്ടാണെന്നാണ് ഞാൻ പറയുന്നത്. ആ കുട്ടിക്കും ആദ്യമായിട്ടാണ് ഇങ്ങനൊരു അനുഭവം മേ ബി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുക. എനിക്കും ആദ്യമായിട്ടാണ് ഇങ്ങനൊരു അനുഭവം ഞാനും നേരിട്ടത്. പക്ഷെ എന്നോട് എല്ലാവരും ചോദിച്ചു എന്തിനാ ക്ഷമിച്ചത് എന്ന്. നമ്മുടെ അന്നത്തെ ചേട്ടൻ തന്നെ എന്നെ ഇന്റർവ്യൂ ചെയ്ത സമയത്തുള്ള കമന്റ്സ് ഞാൻ കണ്ടു യൂട്യൂബില്. ഡോക്ടർ ക്ഷമിക്കാൻ പാടില്ലായിരുന്നു ഇങ്ങനത്തെ. അല്ല, പക്ഷെ പോസിറ്റീവായിട്ടും ആൾക്കാര് നല്ലതായിട്ട് അത് ഹാൻഡിൽ പറഞ്ഞു കണ്ടു. അതല്ലാതെ തന്നെ ഇങ്ങനെയുള്ളൊരു ക്ഷമിക്കണ്ടായിരുന്നു, കേസ് കൊടുക്കണമായിരുന്നു എന്ന് പറഞ്ഞവരുണ്ട്. പക്ഷെ ഞാൻ ആലോചിക്കുമ്പോ നമ്മളൊക്കെ ഫോർഗീവ് ചെയ്തല്ലേ നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ആ കുട്ടിയോട് അങ്ങ് ക്ഷമിച്ചു. എന്റെ അമ്മ എന്നോട് പറഞ്ഞ് പോട്ടെ പാവം. അപ്പൊ ഞാൻ അതായത് അവർക്കും അറിയില്ല, നമുക്കൊന്നും അറിയില്ലല്ലോ നമ്മൾ എങ്ങനെ ജീവിക്കണോ, നമുക്ക് ആരും ഒന്ന് പറഞ്ഞു തന്നിട്ടില്ലല്ലോ. എല്ലാവരും സ്വന്തം അനുഭവങ്ങളിൽ നല്ലേ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ എന്റെ അനുഭവത്തിൽ ആ കുട്ടിയോട് ക്ഷമിക്കാം, ഇനി അത് റിപ്പീറ്റ് ചെയ്താൽ ഞാൻ ആക്ഷൻ എടുക്കുമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമുക്കറിയില്ല ഇനി എത്ര കാലം കഴിഞ്ഞിട്ട് ആ കുട്ടി ഇങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ അറിയാൻ പോണത് നമുക്കിപ്പോൾ അറിയില്ല.
അന്ന് തന്നെ ഇത് പണ്ടൊരിക്കലും അവൾ ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നീട് വീണ്ടും ഇത് ചെയ്തു. അപ്പം എൻ്റെ മുഖം ഉപയോഗിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഭയങ്കര വലിയ ആളായതുകൊണ്ടൊന്നും അല്ല, അവർക്കപ്പോൾ ആക്സെബിൾ ആയിരുന്നൊരു ഏറ്റവും ക്ലോസ് എൻവയോൺമെന്റിൽ കിട്ടിയത് എന്നെ ആയിരുന്നു, അതുകൊണ്ട് അവരത് യൂസ് ചെയ്തതാ. പക്ഷെ അത് ഇന്റൻഷനലി എന്നെ ഹേർട്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടൊന്നും അവർ ചെയ്തതല്ല. അപ്പൊ ഞാൻ അതങ്ങ് ക്ഷമിച്ചു. ഇനി എന്തെങ്കിലും ഇപ്പൊ ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ 2 വർഷം കഴിഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ. പക്ഷെ മാനസികമായിട്ട് ഭയങ്കരമായിട്ട് നമ്മളത് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടില്ല എന്ന് ഞാൻ പറയില്ല. അത് കഴിഞ്ഞിട്ട് ഈ കാമുകന്മാരുണ്ടല്ലോ, ആ കുട്ടിയുടെ കാമുകന്മാർ, അവര് നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ചെയ്തു. അപ്പോഴാണ് നമുക്ക് ഇതിന്റെ ഒരു ഇത് ശരിയല്ല. അപ്പൊ ഞാൻ അയാളോട് പറഞ്ഞു, ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വ്യക്തിയല്ല, നിങ്ങൾ സ്നേഹിച്ചതും സംസാരിച്ചതും ഒക്കെ ആ കുട്ടിയോടാണ്, അപ്പം അതിനോട് സംസാരിക്കൂ എന്ന് പറഞ്ഞു. ഞാൻ ഭയങ്കര റൂഡായിരുന്നു. അപ്പൊ പുള്ളി ഹരിത, അപ്പൊ ഞാൻ ഹരിത ഇതാണ്, അത് വേറെ ആളാണ് എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി അങ്ങ് പോയി. പക്ഷെ അത് ഞാൻ പറയാ, ആൾക്കാരെ അഫക്ട് ചെയ്യുന്ന രീതികൾ ഡിഫറെന്റ് ആണല്ലോ. ഞാൻ ആളോട് പറഞ്ഞു, നിങ്ങൾ തെറപ്പി എടുക്ക്, നിങ്ങൾ ഇതിന്ന് റിക്കവർ ആവ് എന്ന് പറഞ്ഞു വിട്ടു. കുട്ടിയോട് ഞാൻ പറഞ്ഞു, മോളല്ല, എന്നെക്കാട്ടിലെ എൽഡറാണ്, ആള് മാരീഡ് ആയിരുന്നു, ആൾക്ക് കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളൊരു മെഡിക്കൽ ഹെൽപ്പ് എടുക്കണം, സൈക്കോളജിക്കലി നിങ്ങൾ ഓക്കെ അല്ല, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. അതന്ന് ക്ഷമിച്ചു, അതല്ലാതെ ഞാനൊന്നും ചെയ്തില്ല, വേറെ ആക്ഷൻ ഒന്നും പിന്നെ എടുത്തില്ല. ഈ അമ്മ പറഞ്ഞപ്പോൾ ഞാൻ ക്ഷമിച്ചതെന്ന് പറഞ്ഞു, പക്ഷെ നമ്മുടെ സംസാരം മധ്യേ അമ്മക്കുട്ടി അല്ല എന്നുള്ളൊരു സൂചനയും തന്നു. അപ്പൊ ചില കാര്യങ്ങളിൽ മാത്രമേ അമ്മയെ അക്സെപ്റ്റ് ചെയ്യും, ചില കാര്യങ്ങളിൽ അക്സെപ്റ്റ് ചെയ്യില്ല, അങ്ങനെയാണ്. അമ്മയ്ക്കും എനിക്ക് ലോങ് ഡിസ്റ്റൻസ് റിലേഷനെ വർക്ക് ആവുള്ളൂ. ഞാനും അമ്മയും ഐഡിയോളജിക്കലി ഭയങ്കര ഡിഫറെന്റ് ഉള്ള ആൾക്കാരാ. അമ്മയുടെ മാക്സിമം അപ്രീസിയേഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഭയങ്കര കോമഡിയാ. ഇപ്പൊ ഞാൻ റഹ്മാൻ സാറിന്റെ ഫ്ലോട്ടിസ്റ്റ് ഉണ്ടല്ലോ, നവീൻ സാറിന്റെ വർക്ക് ചെയ്തു. അപ്പൊ ഞാനിങ്ങനെ വിളിച്ചിട്ട് ഒരു ഹിന്ദി ഇൻഡിപെൻഡന്റ് മലയാളം. അപ്പം ഹിന്ദിയിൽ അത് റിലീസ് ചെയ്തു, മലയാളത്തിലേക്ക് ഫസ്റ്റ് പുള്ളിയുടെ ഒറിജിനൽ മലയാളം എഴുതാനുള്ള ഭാഗ്യം ഉണ്ടായി, സയനോര പാടിയ. അപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് വിളിച്ചിട്ട്, ഞാൻ ദുബായിലായിരുന്നു, കോള് വരുമ്പോ ഞാൻ ഇവിടുത്തെ പാട്ടൊന്നും ഇല്ല, ഞാൻ ഇനി ജോലി ചെയ്യാം കുറച്ച് നാള് എന്നൊക്കെ പറഞ്ഞ് ദുബായിൽ പോയതാ. അപ്പോ അവിടെ ചെന്നപ്പോഴാണ് ഈ കോള് വരുന്നത്. അപ്പൊ ഞാൻ തിരിച്ചു വന്നിട്ട് അമ്മയോട് പറഞ്ഞു, എനിക്ക് വർക്കൊക്കെ വരുന്നുണ്ട്, ഞാൻ കൊച്ചി തന്നെ നിൽക്കുക എന്നൊക്കെ പറഞ്ഞപ്പം ഇഷ്ടമല്ല. അപ്പം ഞാൻ പറഞ്ഞു, അമ്മ റഹ്മാൻ സാറിന്റെ ഫ്ലോട്ടിസ്റ്റിന്റെ വർക്ക് വന്നു, അപ്പം നല്ലതല്ലേ? അപ്പൊ അമ്മ, റഹ്മാൻ സാറൊന്നും അല്ലല്ലോ. അപ്പൊ ഞാൻ ഇതാണ് മാക്സിമം. അപ്പൊ ആള് അപ്രീഷിയേറ്റ് ചെയ്യുമോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എക്സ്പെക്ട് ചെയ്യേ വേണ്ട, മാക്സിമം ഇതാണ്. പിന്നെ അമ്മയുടെ ഫ്രണ്ട്സ് കുറെ പേരുണ്ട്, ഇവരൊക്കെ എൻ്റെ ഇതിങ്ങനെ ഷെയർ ചെയ്യും, സോങ്സ് ഷെയർ ചെയ്യും. പുതിയൊരു വർക്ക് ഇറങ്ങി അപ്പൊ തന്നെ അവരുടെ ഗ്രൂപ്പിലാണ് ഫസ്റ്റ് അത് ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. അപ്പൊ അമ്മ അതൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നെ അങ്ങനെ എന്താ പറയാ, എല്ലാരെയും കാണുക അപ്രീഷിയേറ്റ് ചെയ്യത്തില്ല. അമ്മ അത് എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഐഡിയോളജിക്കലി ഞങ്ങൾ തമ്മിൽ ഭയങ്കരമായ വ്യത്യാസമുണ്ട്. പക്ഷെ നമുക്ക് അവരെ ചേഞ്ച് ചെയ്യാനോ അവർക്ക് നമ്മളെ ചേഞ്ച് ചെയ്യാനോ പറ്റത്തില്ല, അത്രയും ജനറേഷൻ ഗ്യാപ്പിലും. പിന്നെ അമ്മ ഭയങ്കര കൺവെൻഷണൽ അമ്മയാണ്. അപ്പൊ അത് ഞാനും മനസ്സിലാക്കി. ഇപ്പൊ രണ്ടുപേരും ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോവാണ്. അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ ഇന്ന് തെറ്റിക്കാം. ഈ സുന്ദരി ഇങ്ങനെ സിംഗിൾ ആയിട്ട് പാറിപ്പറന്ന് നടക്കുമ്പോഴത്തേക്ക് അമ്മ അഭിപ്രായം പറയില്ലേ? അഭിപ്രായം പറയുന്നുണ്ട്, നല്ല വഴക്ക് പറയുന്നുണ്ട്. അമ്മ എന്റെ ഫ്രണ്ട്സിനോട് ചോദിക്കും, നിങ്ങളെയൊക്കെ ഞാൻ ഒരു കാര്യം ഏൽപ്പിച്ചിട്ട് എത്ര കാലമായി എന്ന് ചോദിക്കും. പക്ഷെ അവര് പറഞ്ഞു, അവക്ക് കൂടെ തോന്നണ്ടേ, അല്ലെങ്കിൽ ഇവളെ ആർക്കെങ്കിലും ഇഷ്ടപ്പെടണ്ടേ, അങ്ങനെയൊക്കെ ചോദിക്കും. അതല്ല, അതെന്റെ പേഴ്സണൽ പ്രിഫറൻസസിന്റെ ബേസിലായിരിക്കും. ഞാൻ കാണുന്ന പ്രിഫറൻസസ് അല്ലെങ്കിൽ എല്ലാരും വിചാരിക്കുന്ന പോലത്തെ കാര്യങ്ങളായിരിക്കില്ല ഞാൻ മേ ബി ഒരാളിൽ കാണുന്നത്. അതൊന്നും അല്ല. ഞാൻ ഫിസിക്കലി ഞാൻ 5 അടി മതി. അല്ല, ഞാൻ കുറച്ച് സാപ്പിയോ ആണ്, എനിക്ക് സാപ്പിയോ സെക്ഷൽ ആണ് ഞാൻ. അപ്പൊ എനിക്ക് കുറച്ച് ബ്രെയിനി, എന്റെ പ്രിഫറൻസസ് വേറെയാ. പിന്നെ നമ്മൾ കുറച്ചും കൂടി ഇമോഷണൽ ആൻഡ് സെൻസിറ്റീവ് ആയിട്ടുള്ള ആളും കൂടി ആണ്. കലാകാരി ആയതുകൊണ്ടാണോ എന്നറിയില്ല, പണ്ട് തൊട്ടേ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും. അപ്പൊ എന്നെ അട്രാക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഫിസിക്കൽ അട്രാക്ഷനോ അങ്ങനൊന്നും അല്ല. ബേസിക്കലി എന്റെ ഒരു വൈബ്രേഷൻ മാച്ച് ചെയ്യുന്ന ഒരാള്, അങ്ങനെ ഒരാൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പം ഞാൻ അക്സെപ്റ്റ് ചെയ്യുമായിരിക്കും. അതിപ്പോ അമ്മയ്ക്കത് അറിയാം, എന്നാലും കുറെ നാളായിട്ട് അവരിങ്ങനെ കണ്ടുപിടിക്കാം. അത് അറിഞ്ഞൂടാ, കണ്ടുപിടിക്കാൻ പറ്റണില്ല. അത് മാത്രല്ല, നമുക്കൊരു പരസ്യം കൊടുക്കാൻ എന്താ ചെയ്യണ്ടേ? ഇതൊരു പരസ്യമാണല്ലോ, ഇപ്പൊ എന്താ ചെയ്യണ്ടേ? ഒന്നും ചെയ്യരുത്. എനിക്ക് ആ കുട്ടിയുടെ ട്രോമ ഇല്ലേ, മറ്റേ കുട്ടിയുടെ കാമുകന്മാര് വന്നിട്ട് പറഞ്ഞ ട്രോമ എന്ന് പോലും ഞാൻ മാറിയിട്ടില്ല. അപ്പം പുതിയത് ഞാൻ എനിക്കായിട്ട് ഒരാളെന്നൊക്കെ എനിക്ക് മനസ്സിലാവുമായിരിക്കും. മേ ബി നമുക്ക് ആപ്റ്റായ ഒരാൾ വരുമ്പോ നമുക്ക് ഓക്കെ, ഇയാള് ഓക്കെ ആണ് എന്ന് നമുക്ക് മനസ്സിലാവേണ്ടതാണ്. നമ്മൾ അത്രയും അനുഭവങ്ങളിൽ നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ. ഇപ്പം എന്താ പറയാ, പാസ്റ്റ് അനുഭവങ്ങളിൽ നമുക്ക് അറിയാം, അത്രയും ഫിൽട്രേഷൻ കഴിഞ്ഞിട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. നമ്മുടെ ഒരു എവല്യൂഷൻ നമുക്കറിയാലോ. ഇപ്പൊ നോക്കുമ്പോ എനിക്ക് എന്ത് വേണ്ടാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇതെനിക്ക് വേണ്ട, ഇതെനിക്ക് വേണ്ട.
അതെനിക്കറിയാം. അപ്പൊ എന്ത് വേണമെന്നുള്ളത് കുറച്ചും കൂടി എളുപ്പമാണ്. അതൊരു സ്വാഭാവികമായ പ്രോസസ്സായിട്ട് നടന്നോളൂ. ഞാൻ അമ്മയോട് അവിടെ അങ്ങനെയാ പറഞ്ഞത്. ഞാൻ നോക്കിക്കോളാം. അത് സമ്മതിച്ചു. നീയെങ്കിലും ഒന്ന് നോക്കാനാ പറയണേ. പക്ഷെ ഞാൻ നോക്കുന്നുണ്ട് വൈഡർ റേഞ്ചിൽ, പക്ഷെ നടക്കണില്ല. എന്നെ നോക്കുന്നുണ്ട്, ഞാൻ നോക്കണം അങ്ങോട്ട്.